നമുക്കൊപ്പം ചേരുന്നത് പ്രൊഫസർ ഡൈസൺ പാണിക്കാടാണ്. ശ്രീ ഡൈസൺ, സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടുകാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. സ്കൂളുകളിൽ ഇങ്ങനെ ഉള്ള മതപരമായ പ്രാർത്ഥനകൾ വേണമോ എന്ന്. നമുക്കറിയാം, ഈ വിഷയം നേരത്തെയും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉൾപ്പെടെയൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. വീണ്ടും ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ്? അല്ല, ഇതിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് വീക്ഷിക്കപ്പെടുന്നവര് എനിക്ക് അദ്ദേഹം ഏത് തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൊതുവായാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിൽ തന്നെ വ്യത്യസ്ത ഡയമെൻഷൻ ഉണ്ടല്ലോ മാഡം. ഉദാഹരണത്തിന് എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്വാശ്രയ മേഖലയിലെ അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ടും സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, മതപ്രാർത്ഥനകൾ നടക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ അത് വിമർശിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് പറയുന്നത്. സ്കൂളുകളിലെ എന്ന് പറയുമ്പോൾ അതിനൊരു സർക്കാർ സ്കൂളെന്നോ എയ്ഡഡ് സ്കൂളെന്നോ ഉള്ള വകഭേദം വെച്ചിട്ടല്ല മന്ത്രി സംസാരിക്കുന്നത്. അന്യമതങ്ങളുടെ അതിന് കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് അന്യമതങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റു മതങ്ങളിലെ കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ല എന്ന കാര്യമാണ്. അതിപ്പോൾ എയ്ഡഡ് സ്കൂളിൽ ആയാലും അത് ബാധകമാണല്ലോ. അത് പൊതുവെ പറഞ്ഞൊരു അഭിപ്രായം തന്നെയാണ്. വേണ്ടത് സർവ്വമത പ്രാർത്ഥനയാണ്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലായാലും മറ്റു മതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ വരും. അവർക്ക് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ മറ്റു മതങ്ങളിലെ കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കരുത് എന്ന കാര്യമാണ് പറയുന്നത്. അല്ല, അത് മന്ത്രി പറഞ്ഞ അഭിപ്രായം സ്വാഭാവികമായിട്ടും സർക്കാരും പൊതുസമൂഹവും വ്യാപകമായിട്ട് മുഖവിലക്കെടുക്കണം, ചർച്ചയ്ക്കെടുക്കണം. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് വിവിധ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പാക്കുന്ന വിവിധ തരത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ആ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന അവകാശവും അധികാരവും അതത് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയുടെ മൗലികാവകാശം തന്നെ ഭരണഘടനയിൽ തന്നെ പൂർണ്ണമായിട്ടും അവകാശം നൽകപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ കമ്മ്യൂണിറ്റിയിലെ ഏത് കൺസേൺഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണോ ആ സ്ഥാപനം നടത്തുന്നത്, ആ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിശ്വാസ പരിശീലനം ഉൾപ്പെടെ അല്ലെങ്കിൽ സാംസ്കാരിക പരിശീലനം ഉൾപ്പെടെ മത ചടങ്ങുകൾ ഉൾപ്പെടെയൊക്കെ നടത്താനുള്ള സാധ്യത ഇക്കാലം അത്രയും സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. മിക്കവാറും ക്രൈസ്തവ സ്ഥാപനങ്ങളായിക്കോട്ടെ, മുസ്ലിം മത നേതൃത്വം നടത്തുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതര മതസ്ഥർ നടത്തുന്ന സാമുദായിക സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നിലവിലുണ്ട്. അതൊരിക്കലും ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നിർബന്ധമായിട്ടും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമല്ല നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ പാരമ്പര്യം നോക്കിയാൽ അറിയാം, കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ കൃത്യമായിട്ട് വേദോപദേശം പഠിപ്പിക്കുന്ന സാധ്യതയുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു നിശ്ചിത സമയം കാറ്റഗിസം പഠിപ്പിക്കുന്ന, വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു ശൈലി നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതേ സമയത്ത് എല്ലാ കുട്ടികളും കാറ്റഗിസം പഠിക്കുക എന്ന ശൈലി അല്ല അവിടെ പിന്തുടരുന്നത്. ആ സമയത്ത് മറ്റ് വിദ്യാർത്ഥികൾക്ക്, മറ്റ് ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക പരിശീലനത്തിന്, സാൻമാർഗ പരിശീലനത്തിനുള്ള പ്രത്യേകം ടെക്സ്റ്റ് ബുക്ക് വെച്ച് അവിടെ കൃത്യം ഒരു മതപഠനത്തെ പറ്റിയുള്ള ശൈലി അല്ലാതെ ധാർമ്മിക പഠനത്തെ പറ്റി, സാൻമാർഗിക പഠനത്തെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധന പ്രക്രിയ അവിടെ ഉണ്ടെന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നാം ഉൾപ്പെടെയുള്ള പൂർവ്വകാല വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും വിചിന്തനം ചെയ്യാവുന്ന വിഷയമാണ്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സെന്റ് തോമസ് കോളേജിലാണ്. ഞങ്ങളുടെ കോളേജിൽ എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയുണ്ട്. ശരി, നമുക്ക് ആ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതിനു ശേഷം താങ്കളിലേക്ക് ഞാൻ തിരിച്ചെത്താം.